അപ്പോൾ നമ്മളിന്ന് ഏകദേശം ഒരു 3500 പേരുടെ കല്യാണമാണ് നമ്മളിവിടെ എടക്കര പ്രസ്റ്റീജ് പാലസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ബിരിയാണിൻ്റെ സ്പെഷ്യൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള കുസ്റു ബ്രാൻഡിൻ്റെ റൈസാണ്, നമ്മൾ കൈമ റൈസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 22-23 വർഷമായി ഞാൻ ഈ പാചക മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചതിൽ എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അരി ആണ് ഈ കുസ്റു എന്ന് പറഞ്ഞത്. അടിപൊളി ഒരു പെർഫോമൻസ് ആണ്. പൊതുവെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കും നമുക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കുസ്റുവിൻ്റെ കയമൻ്റെ റൈസ്, ബിരിയാണിന്ന് റൈസ് ഇങ്ങനെ നല്ല വേറിട്ട് കണ്ട് നല്ല മയമയപ്പുള്ള റൈസാണ്. വളരെ രസമാണ് തിന്നാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പൊതുവേ ജംഷി നന്നായിട്ട് ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുക്കാണ്. എന്തായാലും കുസ്റുവിൻ്റെ ബിരിയാണി അരിയായിട്ട് നല്ല ടേസ്റ്റ് തോന്നി ഒന്നും കൂടി. അപ്പോൾ നമ്മൾ കുസ്റു റൈസ് വെച്ച് ചെയ്തിട്ടുള്ള 3500 പേർക്കുള്ള ബീഫ് ബിരിയാണി പൊട്ടിക്കാൻ പോവാണ്. എന്തായാലും ഞാൻ ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ഈ മേഖലയിലുള്ള ആളുകളോട്, കൈമ റൈസ് ചെയ്യുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാൻ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു റൈസും കൂടിയാണ്. ഇവിടെ മന്തി ഉണ്ടായിരുന്നു, മന്തി ഞാൻ കുറച്ച് കഴിച്ചു. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അത് ഏതാ അരി എന്ന് എനിക്കറിയില്ല. അത് റോസ് ബ്രാൻഡ് ബസുമതി റൈസ് ആണ്. ആ അടിപൊളി അരിയാ. ഈ മന്തി എങ്ങനെ എടുക്കുക? മന്തി നല്ല സൂപ്പർ മന്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. റോസ് ബ്രാൻഡിന്റെ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ്. റോസ് ബ്രാൻഡ് ബസ്മതി റൈസിൻ്റെ മന്തി സൂപ്പർ മന്തി, അടിപൊളി, ഒരു രക്ഷയല്ല, പൊളിക്കും. റോസ് ബ്രാൻഡിൻ്റെ മന്തി എന്ന് പറയുമ്പോൾ ഒന്നൊരു സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. മറ്റു മന്തിയേക്കാളും വ്യത്യസ്തമായ അരിയാണ്, ടേസ്റ്റും തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് മന്തി കഴിച്ചിട്ടുണ്ട്, പക്ഷേ എന്തോ ഇതിനൊരു നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഇത് അടുത്ത കാലത്തൊന്നും എനിക്ക് ഇത്രയ്ക്ക് ടേസ്റ്റിൽ ഒരു മന്തി കഴിച്ചതിൻ്റെ നല്ലൊരു അനുഭവമാണ്. സെറ്റ് റോസ് ബ്രാൻഡ് ബാസ്മതി റൈസ്, ഹീറോസ് ചോയ്സ്.